അസ്സലാമലൈക്കും. ഇന്ന് റമളാൻ 17 ബദർ ദിനം. ബദറിൻ്റെ സന്ദേശവും ബദരീങ്ങളുടെ മഹത്വവും. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഹിജ്റ 2 റമളാൻ 17 ബദറിൽ വെച്ച് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ നടന്ന പോരാട്ടം. ഒരു പതിറ്റാണ്ടിലേറെ കാലം നീണ്ടുനിന്ന പീഡനത്തിനൊടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടും ശത്രുക്കളുടെ ആക്രമണങ്ങൾ തുടർന്നോടെയാണ് ഗത്യന്തരമില്ലാതെ ബദർ ഒരു സായുധ സമരത്തിന് സാക്ഷിയാവുന്നത്. സത്യദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഈ നീക്കത്തെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയായിരുന്നു. കായിക ബലം കൊണ്ടായിരുന്നില്ല ബദരീങ്ങൾ മക്ക മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിയത്, മറിച്ച് വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ മുസ്ലിം പക്ഷത്ത് 313 പേർക്ക് സഞ്ചരിക്കാൻ ആകെ ഉണ്ടായിരുന്നത് 70 ഒട്ടകങ്ങളും 5 കുതിരകളും മാത്രം. ശത്രുവിൻ്റെ അടുത്താണെങ്കിൽ 1000-ഓളം ആയുധങ്ങളും അതിലധികവും. പക്ഷേ തങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ മികവിനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിൽ അവർ ശരിക്കും വിജയിച്ചുവെന്ന് വേണം പറയാൻ. അധർമ്മത്തിൻ്റെ മുഴുവൻ പ്രതിനിധാനങ്ങളും അങ്ങനെ ആ ആത്മധൈര്യത്തിന് മുമ്പിൽ അടിയറവ് പറഞ്ഞു. അധർമ്മം കൊടുങ്കാറ്റ് കണക്കെ ശക്തി പ്രാപിച്ചാലും സത്യമതത്തിൻ്റെ വിളക്കുവെച്ച് അണയാതെ സൂക്ഷിക്കണം. ഉദാത്തമായ അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും ദീനീ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ആർജവമാണ് വിശ്വാസികൾക്ക് ബദർ സമ്മാനിച്ചത്. എന്നാൽ സമകാലിക സാഹചര്യത്തിൽ ബദറിനെക്കുറിച്ചും പ്രവാചക കാലത്ത് നടന്ന മറ്റ് യുദ്ധങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് പലരുടെയും പ്രവർത്തനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും. ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ച് പ്രാഥമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ച് തീവ്ര നിലപാടുകൾ സ്വീകരിച്ചവരോ ആണ് അത്തരം അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് പറയാതെ വയ്യ. സഹാബികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് ബദരീകൾ. വർദ്ധിത പരിഗണനയാണ് അവർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നത്. അവരെല്ലാം സ്വർഗീയ അവകാശികളാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറിലോ ഹുദൈബിയയിലോ പങ്കെടുത്ത ഒരാളും നരകാഗ്നിക്കിരയാവുകയില്ലെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ബദർ സ്മരണ സ്വഹാബികൾ വിശുദ്ധ കർമ്മമായാണ് കണ്ടിരുന്നത്. പ്രവാചക കാലഘട്ടത്തിലും ശേഷവും മദീനയിൽ നടക്കാറുണ്ടായിരുന്ന മുഴുവൻ സദസ്സുകളിലും ബദരീങ്ങൾക്ക് പ്രത്യേക പരിഗണനയായിരുന്നു ലഭിച്ചിരുന്നത്. വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ലഭിച്ചിരുന്ന ധനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഹിതം തന്നെ മാറ്റിവെക്കുക ഉമർ റളിയല്ലാഹുവിൻ്റെ പതിവായിരുന്നു. ഇതേ പ്രകാരം മറ്റു സഹാബികളും താബികളും ബദരീങ്ങളെ പ്രത്യേക ബഹുമാനത്തോടെയാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നതും. ബദറിൽ ഷഹീദായ 14 ശുഹദാക്കൾ. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വല സംഭവം. സ്വാഭിമാനം സത്യവിശ്വാസികളെന്നും ബദർ സ്മരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്കെന്നും പ്രതീക്ഷയും പ്രത്യാശയും പകരുന്നതാണ് ബദരീങ്ങൾ. സർവായുധ സജ്ജരായ 1000-ഓളം പേരായിരുന്നു ശത്രുക്കൾ. മുസ്ലിങ്ങളാകട്ടെ മുന്നൊരുക്കമില്ലാത്ത കാര്യമായ ആയുധങ്ങളും മറ്റുമില്ലാത്ത 313 പേർ, 207 അൻസാറുകളും ബാക്കി മുഹാജിറുകളും. ഭൗതിക സജ്ജീകരണങ്ങളില്ലെങ്കിലും അവർക്ക് ആദർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും അനുപമ വിജയം ലഭിച്ചു. ശത്രുക്കളിൽ നിന്ന് 70 പേർ കൊല്ലപ്പെട്ടു, 74 പേർ പിടിക്കപ്പെട്ടു. മുസ്ലിം പക്ഷത്തിൽ നിന്ന് രക്തസാക്ഷിയായത് 14 പേർ, 6 മുഹാജിറുകളും 8 അൻസാറുകളും. ബദർ ശുഹദാക്കളിൽ ഉബൈദത്തുൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഒഴിച്ച് ബാക്കി 13 പേരും മറവ് ചെയ്യപ്പെട്ടത് ബദറിൽ തന്നെ. അദ്ദേഹം സഫ്രായിലും. ആ 14 പേരെ നമുക്ക് പരിചയപ്പെടാം. ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, 2 ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, 3 ദുശ്യമാലൈനി റളിയല്ലാഹു അൻഹു, 4 ആഖിൽ ബിൻ ബുക്കൈർ റളിയല്ലാഹു അൻഹു, 5 മിഹ്ജൗ ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു, 6 സഫ്വാൻ ബിൻ ബൈള റളിയല്ലാഹു അൻഹു, 7 സഅദ് ബിൻ ഹൈസമ റളിയല്ലാഹു അൻഹു, 8 മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, 9 യസീദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, 10 ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, 11 റാഫി ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു, 12 ഹാരിസത്ത് ബിൻ സുറാഖത്ത് റളിയല്ലാഹു അൻഹു, 13 ഔഫ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു,
14 മുഅവ്വിദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.